26 ഏപ്രിൽ 2024 കഴിഞ്ഞിട്ട് കേരളത്തിലെ എല്ലാ ഫുട്ബോൾ ഫാൻസിനും ആകെ ഒറ്റ കാര്യം മനസ്സിലുണ്ടായിരുന്നുള്ളൂ, ഇവാൻ കഴിഞ്ഞിട്ട് ആര്? ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് അതിന് ഒഫീഷ്യലി ആൻസർ ചെയ്തു. 2024-25 സീസണിലേക്ക് KBFCയുടെ മാനേജർ ആരായിരിക്കും എന്നുള്ള കൺഫർമേഷൻ ക്ലബിൻ്റെ സൈഡിൽ നിന്ന് വന്നു. ആൻഡ് ഇപ്പോൾ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനും മനസ്സിലാകിയ ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, and this is all you need to know about Mikel Stehere. Stehere? Anyways. Now, Mikel Stehereന്റെ പ്ലേയിങ് കരിയറിനെ കുറിച്ച് വലിയ ഇൻഫർമേഷൻസ് ഇല്ല. പക്ഷേ പുള്ളിയുടെ മാനേജർ കരിയർ തുടങ്ങിയത് സ്വീഡനിലെ യൂത്ത് ടീംസിനെ മാനേജ് ചെയ്താണ്. സ്വീഡിഷ് ക്ലബ്സായ AIK, ഹമാർബി, ഗ്രാൻഡോൾസ് എന്നീ ക്ലബ്ബുകളുടെ യൂത്ത് ടീമിനെ മിക്കേൽ സ്റ്റെഹറെ മാനേജ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ AIK ആയിട്ട് 2004 സ്വീഡിഷ് നാഷണൽ യൂത്ത് ചാമ്പ്യൻഷിപ്പും മിക്കേൽ സ്റ്റെഹറെ ജയിക്കും. പുള്ളിയുടെ സീനിയർ മാനേജറൽ കരിയർ തുടങ്ങുന്നത് 2007 ആൻഡ് ക്ലബ്ബ് വാസ്ബി യുണൈറ്റഡ്. സ്വീഡനിലെ 3rd ഡിവിഷൻ സൈഡായ വാസ്ബി യുണൈറ്റഡിനെ മിക്കേൽ സ്റ്റെഹറെ മാനേജ് ചെയ്ത് 1st ഡിവിഷനിലെത്തിക്കും. ആൻഡ് ഈ പെർഫോമൻസ് കാരണമാണ് സ്വീഡനിലെ ഒരു ടോപ്പ് ടീമായ AIK സ്റ്റെഹറേനെ അവരുടെ മാനേജറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണത്. 2009 സ്റ്റെഹറെ AIKനെ മാനേജ് ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ആ സീസൺ തന്നെ അവർ സ്വീഡിഷ് ലീഗ് ടൈറ്റിലും ജയിക്കും. 2010 സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്ന സ്വീഡിഷ് സൂപ്പർ കപ്പും സ്റ്റെഹറയും AIKയും ജയിക്കും. ഈ 2010 സീസണിലാണ് സ്റ്റെഹറെ സ്വീഡൻ വിട്ട് ഗ്രീസിലേക്ക് പോകുന്നത്. ഗ്രീക്ക് ലീഗിലെ പാനിയോനേസ് FC ആയിരിക്കും സ്റ്റെഹറേൻ്റെ പുതിയ ഡെസ്റ്റിനേഷൻ. പക്ഷേ ഇവിടെ സ്റ്റെഹറെ അത്ര സക്സസ്ഫുൾ ആയിരിക്കില്ല. ടോട്ടൽ 8 കളി മാനേജ് ചെയ്തു. അതിൽ 1 ഡ്രോ, 1 വിൻ, 6 ഡിഫീറ്റ്. പിന്നെ എന്താ സംഭവിച്ചെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഗ്രീസിലുള്ള എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് സ്റ്റെഹറെ തിരിച്ച് സ്വീഡനിൽ തന്നെ വരും. ആൻഡ് ഇത്തവണ സ്വീഡിഷ് ക്ലബ്ബായ IFK ഗോത്ത്ബോർഗിനെയാണ് സ്റ്റെഹറെ മാനേജ് ചെയ്യണത്. 2011 സീസണിലും 2012 സീസണിലും 7th ഗോത്ത്ബോർഗ് ഫിനിഷ് ചെയ്തത്. പക്ഷേ 2013 സീസണിൽ സ്വീഡിഷ് സൂപ്പർ കപ്പ് സ്റ്റെഹറെ ജയിക്കും. ആൻഡ് അതിനൊപ്പം ഗോത്ത്ബോർഗ് ലീഗിൽ 2nd ഫിനിഷ് ചെയ്യും. 2014 സീസണായിരിക്കും ഗോത്ത്ബോർഗിലെ സ്റ്റെഹറയുടെ ഫൈനൽ സീസൺ. ഈ സീസൺ 3rd ഫിനിഷ് ചെയ്ത സ്റ്റെഹറെ നേരെ പോകുന്നത് ചൈനയിലേക്കാണ്. ചൈനയിലെ ഡാലിയാൻ യിഫാങ് FC എന്ന ക്ലബ്ബാണ് സ്റ്റെഹറെ മാനേജ് ചെയ്യണത്. ഇപ്പോഴുള്ള സൗദി അറേബ്യൻ ലീഗ് പോലെയായിരുന്നു ആ സമയത്ത് ചൈനീസ് ലീഗും. കണ്ണിക്കണ്ട എല്ലാ പ്ലെയേഴ്സിനെയും മാനേജേഴ്സിനെയും ഒടുക്കത്തെ കാശ് കൊടുത്തായിരിക്കും ചൈനീസ് ക്ലബ്സ് അപ്പോയിൻറ്റ് ചെയ്യണത്. ആൻഡ് ചൈനയിൽ ആകെ ഒറ്റ സീസൺ മാത്രമേ സ്റ്റെഹറെ സ്റ്റേ ചെയ്യുള്ളൂ. ആൻഡ് ഇത് കഴിഞ്ഞ് സ്റ്റെഹറെ നേരെ തിരിച്ച് സ്വീഡനിലേക്ക് തന്നെ വരും. ആൻഡ് ഇത്തവണ പുള്ളി മാനേജ് ചെയ്യുന്നത് BK ഹാക്കൻ എന്ന ക്ലബ്ബാണ്. 2017 സീസണിൽ മിക്കേൽ സ്റ്റെഹറയ്ക്ക് USA എന്ന് ഓഫർ വരും. ആൻഡ് പുള്ളിനെ തപ്പി വന്ന ക്ലബ്ബ് സാൻ ഹോസെ എർത്ത്ക്വേക്സ്. പക്ഷേ ഗ്രീക്ക് ലീഗ് പോലെ MLS-ലും സ്റ്റെഹറെ ഫ്ലോപ്പ് ആവും. ടോട്ടൽ 29 കളി മാനേജ് ചെയ്തു. അതിൽ 4 വിൻ, 8 ഡ്രോ, 17 ഡിഫീറ്റ്. MLS എക്സ്പീരിയൻസ് കണ്ടിട്ട് നോർവേയിലെ സാർപ്സ്ബോർഗ് FCനെ പുള്ളി മാനേജ് ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞിട്ട് വിയറ്റ്നമീസ് ക്ലബ്ബായ ഉത്തായ് താനിയെ മാനേജ് ചെയ്തു. മെയിൻ ക്വസ്റ്റ്യൻ, പുള്ളി ഒരു കറക്റ്റ് അപ്പോയിൻമെൻ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ്. 17 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ആ ടൈം ഫ്രെയിമിലാകിയ ഒറ്റ ലീഗ് ടൈറ്റിലെ പുള്ളിക്ക് ജയിക്കാൻ പറ്റിയുള്ളൂ. പേഴ്സണലി മാനേജേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ ട്രോഫി ലോജിക്കിൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്താണ് ട്രോഫി ലോജിക് എന്നല്ലേ? സംഭവം സിമ്പിളാണ്. ഒരു മാനേജർ എത്ര ട്രോഫീസ് ജയിച്ചേക്കണോ ആ മാനേജർ അത്രയും നല്ലതായിരിക്കും. ആരെങ്കിലും ടോപ്പ് 4 മാനേജേഴ്സിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ എല്ലാവരും പറയുന്ന പേരുകളായിരിക്കും ഫെർഗി, പെപ്പ്, മൊറീനിയോ ആൻഡ് കാർലോ. ആൻഡ് ഈ 4 മാനേജേഴ്സാണ് ഏറ്റവും കൂടുതൽ ട്രോഫീസ് ജയിച്ചേക്കുന്നത്. മിക്കേൽ സ്റ്റെഹറെ ബ്ലാസ്റ്റേഴ്സിൽ എന്ത് പ്ലേയിങ് സ്റ്റൈലായിരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യണത്? ഞാൻ പുള്ളിയുടെ പ്ലേയിങ് സ്റ്റൈലിനെ കുറിച്ചൊന്ന് റിസർച്ച് ചെയ്ത് നോക്കി. ആൻഡ് എനിക്ക് കിട്ടിയ റിസൾട്ട് ഇങ്ങനെയാണ്. ഡിഫെൻസീവ്ലി പുള്ളി വെൽ ഓർഗനൈസും ഡിസിപ്ലിൻഡ് ആയിരിക്കും, ഒരു ജോസെ മൊറീനിയോ പ്ലേയിങ് സ്റ്റൈൽ പോലെ. ആൻഡ് അറ്റാക്കിംഗ് വൈസ് പുള്ളിക്ക് ഡിഫെൻസിൽ നിന്ന് അറ്റാക്കിലേക്ക് പാസ് ചെയ്ത് മൂവ് ചെയ്യാനാണ് ഇഷ്ടം, ഗ്വാഡിയോള പ്ലേയിങ് സ്റ്റൈൽ. മിക്കേൽ സ്റ്റെഹറെ ഗ്വാഡിയോള ലെവലോ അല്ലെങ്കിൽ മൊറീനിയോ ലെവലോ ആണെന്നല്ല ഞാൻ പറയണത്. പുള്ളിയുടെ പ്ലേയിങ് സ്റ്റൈൽ ഇവർ രണ്ടുപേരായിട്ട് ചെറിയ സിമിലാരിറ്റീസ് ഉണ്ട്. ഇത് പുള്ളി ബ്ലാസ്റ്റേഴ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ചോദിക്കുവാണെങ്കിൽ ഞാൻ അത്ര എക്സൈറ്റഡ് അല്ല. കാരണം ഇവാനെ സാക്കിയത് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തു. ഞാൻ ഇച്ചിരിയും കൂടെ ഹൈ പ്രൊഫൈൽ മാനേജറൽ അപ്പോയിൻമെൻ്റാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എനിവേസ്, അതാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? അത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് ഓൾസോ subscribe.